ഹലോ ഫ്രണ്ട്സ്, മോഷൻ ഇൻ ഈ സ്ട്രെയിറ്റ് ലൈനിലെ ലാസ്റ്റ് ടോപ്പിക്കായ റിലേറ്റീവ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ റിലേറ്റീവ് മോഷൻ ഇൻ വൺ ഡയമെൻഷന്റെ എല്ലാത്തരം കോൺസെപ്റ്റുകളും NCERT ടെക്സ്റ്റിലുള്ള എല്ലാത്തരം പ്രോബ്ലംസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. റിലേറ്റീവ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. മോഷൻ എന്നത് റിലേറ്റീവ് ആണ്, ശരിയല്ലേ? എന്താണ് റിലേറ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇതൊരു കാറാണ്. കാറിന്റെ മുകളിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. കാർ മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുന്ന കാറിന്റെ സ്പീഡാണ് 60 km/h. സോ ഇതൊരു മരമാണ്. മരം ഗ്രൗണ്ടിലാണ്, ശരിയല്ലേ? അത് റെസ്റ്റിലാണ്. ഇനിയാണെങ്കിൽ കുട്ടി പറയുകയാണ്, ഞാൻ മൂവ് ചെയ്യുന്നില്ല. പക്ഷേ മരത്തിനടുത്ത് നിൽക്കുന്ന ആൾ പറയുന്നു, കുട്ടി മൂവ് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടി എവിടെ നിൽക്കുകയാണ്? കാറിന്റെ മുകളിലാണ്. സോ കാർ മൂവ് ചെയ്തതിന്റെ ഫലമായി കുട്ടിക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടി മൂവ് ചെയ്യുന്നുണ്ടെന്ന് മരത്തിന് അടുത്തിരിക്കുന്ന ആൾ പറയുന്നു. പക്ഷെ കുട്ടി പറയുന്നു, ഞാൻ മൂവ് ചെയ്യുന്നില്ല, ഞാൻ അനങ്ങാതിരിക്കുകയാണ്. അതായത് ഇവിടെ മോഷൻ എന്നത് ഓരോ ഫ്രെയിം ഓഫ് റെഫറൻസിനെ അടിസ്ഥാനപ്പെടുത്തി മാറുന്നുണ്ട്. കുട്ടിയുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് കാറാണ്. സോ കാറിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ കുട്ടിക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. പക്ഷേ മരത്തിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ കുട്ടിയുടെ സ്ഥാനം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ മോഷൻ എന്നത് റിലേറ്റീവ് ആണ്. അതായത് നമുക്ക് മോഷനെ കുറിച്ച് പറയണമെങ്കിൽ മറ്റു വസ്തുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വസ്തുവിന്റെ മോഷനെ മറ്റു വസ്തുക്കളുടെ പൊസിഷനുമായി കമ്പയർ ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് മോഷൻ. നമുക്കറിയാം, മോഷനിൽ പ്രധാനമായിട്ടും നാം ഡിസ്കസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ തുടങ്ങിയവ. അതുകൊണ്ട് മോഷൻ റിലേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും റിലേറ്റീവ് ആണ്. സോ നമുക്ക് പറയാം റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ വെലോസിറ്റിയും റിലേറ്റീവ് ആണ്. നമുക്ക് പറയാം റിലേറ്റീവ് വെലോസിറ്റി. അതുപോലെ ആക്സിലറേഷനും റിലേറ്റീവ് ആണ്. നമുക്ക് പറയാം റിലേറ്റീവ് ആക്സിലറേഷൻ. നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റിയെ കുറിച്ചാണ്. സോ നമ്മളുടെ കൺസെപ്റ്റ് ആണ് റിലേറ്റീവ് വെലോസിറ്റി ഇൻ വൺ ഡയമെൻഷൻ. ഒരു വാൻ ട്രാവൽ ചെയ്യുകയാണെന്ന് കരുതുക. വാന്റെ വെലോസിറ്റി ആണ് 50 km/h. നമ്മൾ ഈ പറയുന്ന 50 കിലോമീറ്റർ റിലേറ്റീവ് വെലോസിറ്റി ആണോ? തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന വെലോസിറ്റി എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ആണ്. കാരണം നമ്മൾ പറയുന്നത് വെലോസിറ്റി ഓഫ് വാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. അതായത് ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തി വാന്റെ വെലോസിറ്റിയാണ് നമ്മൾ പറഞ്ഞ 50 km/h. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ എന്താണ്? വെലോസിറ്റി ഓഫ് വാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തി വാന്റെ വെലോസിറ്റി എന്ന ഈ എക്സ്പ്രഷനെ നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ എഴുതാം: വെലോസിറ്റി ഓഫ് വാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വെലോസിറ്റി ഓഫ് വാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് വാനിൽ നിന്നും വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്ക് നോക്കാം, വെലോസിറ്റി ഓഫ് വാൻ എത്രയാണ്? ഇവിടെ 50 ആണ്. മൈനസ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എത്രയാണ്? എപ്പോഴും ഗ്രൗണ്ട് വെലോസിറ്റി 0 ആയിരിക്കും. സോ നമുക്ക് പറയാം വെലോസിറ്റി ഓഫ് വാൻ എന്ന് പറയുന്നത് 50 ആണ്. മൈനസ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എത്രയാണ്? 0. സോ വെലോസിറ്റി ഓഫ് വാൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു 50 മൈനസ് 0 ഈസ് ഈക്വൽ ടു 50. ഈ 50 km/h ആണ് നമ്മൾ വെലോസിറ്റി ഓഫ് വാൻ ആയി എടുത്തത്. ഇങ്ങനെ നാം സാധാരണ ഉപയോഗിക്കുന്ന മിക്ക വെലോസിറ്റികളും ആക്ച്വലി റിലേറ്റീവ് വെലോസിറ്റി തന്നെയാണ്. അതായത് നമ്മൾ പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഗ്രൗണ്ടിനെ അഥവാ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വസ്തുക്കളുടെ വെലോസിറ്റി പറയുന്നത്. ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പായി ചർച്ച ചെയ്യാം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ശരിയല്ലേ? അതിന് ദിശയുള്ള ഒരു അളവാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വെലോസിറ്റി പോസിറ്റീവ് എക്സ് ആക്സിലൂടെയാണ് പോകുന്നതെങ്കിൽ, ഒരു ബോഡി മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ ആ വെലോസിറ്റി പോസിറ്റീവ് ആണ്. അല്ല, അത് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ആക്സിലൂടെയാണ് എങ്കിൽ ആ വെലോസിറ്റി നെഗറ്റീവ് ആണ്.
അപ്പോൾ ഒരു കാർ ആണെങ്കിൽ പോവുകയാണ്, ആ കാർ പോകുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലൂടെയാണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ വെലോസിറ്റി ആണ് 40 km/h. എങ്കിൽ ഈ വെലോസിറ്റി എന്താണ്? പോസിറ്റീവ് വെലോസിറ്റി ആണ്. ഇനിയാണെങ്കിൽ ഒരു ബൈക്ക് സഞ്ചരിക്കുന്നത് നമ്മൾ പറയുകയാണ് ഒരു ബൈക്കാണ്, ഈ ബൈക്ക് സഞ്ചരിക്കുന്നത് പറയുന്നത് നെഗറ്റീവ് എക്സ് ആക്സിലൂടെയാണ്, ഇങ്ങോട്ടാണ് പോകുന്നത്. എങ്കിൽ ഈ വെലോസിറ്റി നെഗറ്റീവ് ആണ്. സോ അപ്പം -60 km/h എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് മൂവ് ചെയ്യുന്ന ബോഡികൾ തമ്മിലുള്ള വെലോസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു കാർ ഉണ്ട്. കാർ ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിലൂടെ പോവുകയാണ്. അപ്പോൾ കാറിന്റെ വെലോസിറ്റി ആണ് 40 km/h. ബൈക്ക് സഞ്ചരിക്കുന്നത് അതും പോസിറ്റീവ് എക്സ് ആക്സിലേക്കാണ്. സോ ബൈക്ക് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, സെയിം ഡയറക്ഷനാണ്. ബൈക്കിന്റെ വെലോസിറ്റി ആണ് 60 km/h. എങ്കിൽ എനിക്കറിയേണ്ടത് വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക്. സോ VCB എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക്. അതായത് ബൈക്കുകാരൻ പറയുകയാണ് ബൈക്കിനെ അപേക്ഷിച്ച് കാറിന്റെ വെലോസിറ്റി എത്രയാണ്. ശ്രദ്ധിക്കണം, വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കാറിന്റെ വെലോസിറ്റി ആരെ അടിസ്ഥാനപ്പെടുത്തി? ബൈക്കിനെ അടിസ്ഥാനപ്പെടുത്തി. അതായത് ഈ കാര്യം സംസാരിക്കുന്ന ആരാണ്? ബൈക്കുകാരനാണ്. ബൈക്കുകാരൻ ഒരിക്കലും തോന്നില്ല ബൈക്ക് മൂവ് ചെയ്യുന്നതായിട്ട്. ബൈക്കിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് മറ്റു വസ്തുക്കളുടെ മോഷനെ കുറിച്ചാണ്. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്? ബൈക്കുകാരന്റെ ബൈക്കാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസിന് മോഷൻ ഇല്ല. അതായത് ബൈക്ക് എന്തിലാണ്? ബൈക്കുകാരൻ പറയും ബൈക്ക് റെസ്റ്റിലാണ്, എന്നെ അപേക്ഷിച്ച് കാറിന്റെ വെലോസിറ്റി എത്രയാണ്. സോ വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ബൈക്ക് എന്ന് പറഞ്ഞാൽ കാറിന്റെ വെലോസിറ്റി ആരെ അടിസ്ഥാനപ്പെടുത്തി? ബൈക്കിനെ അടിസ്ഥാനപ്പെടുത്തി. ഇങ്ങനെ അടിസ്ഥാനപ്പെടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് റെഫറൻസ്. സോ നമ്മളുടെ റെഫറൻസ് ആണ് ബൈക്ക്. ബൈക്കിനെ അടിസ്ഥാനപ്പെടുത്തി കാറിന്റെ വെലോസിറ്റി എത്രയാണ്. സോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി ഓഫ് കാർ മൈനസ് വെലോസിറ്റി ഓഫ് ബൈക്ക്. ശരിയല്ലേ? വെലോസിറ്റി ഓഫ് കാർ എത്രയാണ്? 40 മൈനസ് വെലോസിറ്റി ഓഫ് ബൈക്ക് എത്രയാണ്? 60, വിച്ച് ഈസ് ഈക്വൽ ടു -20 km/h. ശരിയല്ലേ? അതായത് ബൈക്കുകാരൻ പറയും കാറ് ബാക്കിലോട്ട് പോവുകയാണ്. ശരിയല്ലേ? ഈ മൈനസ് എന്താണ് സൂചിപ്പിക്കുന്നത്? ബാക്കിലേക്ക് പോവുകയാണ്. സോ ബൈക്കിന്റെ വെലോസിറ്റി കൂടുതലാണ്, കാറിന്റെ വെലോസിറ്റി കുറവാണ്. അതുകൊണ്ട് ബൈക്കുകാരന് തോന്നും കാർ എന്ത് ചെയ്യും? സമയം കഴിയുന്നതനുസരിച്ച് കാറ് ബാക്കിലേക്ക് പോകുന്നതായിട്ട് തോന്നും. അതാണ് ഈ മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത്. ഇനി കാറുകാരൻ പറഞ്ഞാലോ? കാറുകാരൻ പറയണത് ബൈക്ക് മൂവ് ചെയ്യുകയാണ്, കാർ റെസ്റ്റിലാണ്. അതായത് വെലോസിറ്റി ഓഫ് ബൈക്ക് വിത്ത് റെസ്പെക്ട് ടു കാർ, ഇതായിരിക്കും കാറുകാരൻ പറയുന്നത്. സോ കാറുകാരൻ പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ബൈക്ക് വിത്ത് റെസ്പെക്ട് ടു കാർ. സോ ഇതെങ്ങനെയാണ് പറയുന്നത്? വെലോസിറ്റി ഓഫ് ബൈക്ക് മൈനസ് വെലോസിറ്റി ഓഫ് കാർ. വെലോസിറ്റി ഓഫ് ബൈക്ക് എത്രയാണ്? 60 മൈനസ് വെലോസിറ്റി ഓഫ് കാർ എത്രയാണ്? 40. സോ ആൻസർ 20 km/h. സോ ഇതാരാണ് പറയുന്നത്? കാറുകാരൻ പറയുകയാണ്. എന്ത്? ബൈക്കിന്റെ സ്പീഡിനെ കുറിച്ച്. സോ ഇത് പ്ലസ് വരാൻ കാരണം എന്താണ്? ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്. പക്ഷേ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി പോസിറ്റീവ് വന്നത്? കാരണം കാറിനേക്കാളും വെലോസിറ്റി കൂടുതലാണ് ബൈക്കിന്. അപ്പോൾ കാറുകാരന് തോന്നും ബൈക്കുകാരൻ കാറിനെ അപേക്ഷിച്ച് 20 km/h സ്പീഡ് കൂടുതൽ സഞ്ചരിക്കുന്നതായിട്ട് തോന്നും. ശരിയല്ലേ? ബൈക്കുകാരൻ എന്ത് തോന്നും? കാറുകാരൻ ബാക്കിലോട്ട് 20 km/h സഞ്ചരിക്കണക്ക് തോന്നും. സോ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എതിർ ദിശയിലുള്ള വെലോസിറ്റി പരിശോധിക്കാം. ഇനി കാർ സഞ്ചരിക്കുന്നത് പോസിറ്റീവ് എക്സ് ആക്സിലാണ്, പഴയ പോലെ തന്നെ. കാറിന്റെ സ്പീഡാണ് 40 km/h. ഇനി ബൈക്കാണെങ്കിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എതിർ ദിശയിലാണെന്ന് കരുതുക. അതായത് ബൈക്ക് സഞ്ചരിക്കുന്നത് നെഗറ്റീവ് എക്സ് ആക്സിലൂടെയാണ്. ശരിയല്ലേ? ബൈക്കിന്റെ സ്പീഡാണ് 60 km/h.
സോ ഇവിടെയാണെങ്കിൽ ബൈക്ക് സഞ്ചരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ശരിയല്ലേ? നെഗറ്റീവ് എക്സ് ആക്സിൽ വഴിയാണ്. അതുകൊണ്ട് നമ്മൾ പറയും -60 km/h ആണ് ബൈക്കിന്റെ സ്പീഡ്. നമുക്ക് നോക്കാം വെലോസിറ്റി ഓഫ് ബൈക്ക് വിത്ത് റെസ്പെക്ട് ടു കാർ എത്രയാണെന്ന്. അപ്പോൾ വെലോസിറ്റി ഓഫ് ബൈക്ക് വിത്ത് റെസ്പെക്ട് ടു കാർ, ഇവിടെ റെഫറൻസ് ആരാണ്? കാർ ആണ്. അപ്പോൾ കാറുകാരൻ പറയുകയാണ് ബൈക്കിന്റെ സ്പീഡ് എത്രയാണ്? ആരെ അടിസ്ഥാനപ്പെടുത്തി? കാറിനെ അടിസ്ഥാനപ്പെടുത്തി. നമ്മൾ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഓഫ് ബൈക്ക് മൈനസ് വെലോസിറ്റി ഓഫ് കാർ വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബൈക്ക് എത്രയാണ്? -60 മൈനസ് വെലോസിറ്റി ഓഫ് കാർ എത്രയാണ്? 40. സോ ആൻസർ -100 km/h. സോ കാറുകാരൻ പറയും ബൈക്ക് എത്ര സ്പീഡിലാണ് പോണത്? 100 km/h എങ്ങോട്ട് പോവുകയാണ്? ബാക്കിലോട്ട് പോവുകയാണ്, ശരിയല്ലേ? ഇനിയാണെങ്കിൽ ബൈക്കുകാരൻ എന്താണ് തോന്നുന്നത്? വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക്. ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഓഫ് കാർ മൈനസ് വെലോസിറ്റി ഓഫ് ബൈക്ക്, ശരിയല്ലേ? വെലോസിറ്റി ഓഫ് കാർ എത്രയാണ്? 40 ആണ്. സോ 40 മൈനസ് വെലോസിറ്റി ഓഫ് ബൈക്ക് എത്രയാണ്? -60. സോ -60. ആൻസർ മൈനസും മൈനസും പ്ലസ് ആകും. സോ 40 + 60 എന്ന് വരും, ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 100 km/h. അതായത് ഇവിടെ ബൈക്കുകാരൻ എന്താണ് തോന്നുന്നത്? ബൈക്കുകാരന് തോന്നുന്നത് വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ബൈക്ക് എന്ന് പറയുന്നത് 100 km/h ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? പോസിറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് കിട്ടിയത്? കാരണം ബൈക്കുകാരന് തോന്നുന്നത് കാറുകാരൻ ഇങ്ങോട്ട് പോസിറ്റീവ് ആക്സിലേക്ക് 100 km/h എന്ന സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ആക്സ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ പ്ലസ് ആൻസർ കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. നമുക്കിനി റിലേറ്റീവ് മോഷനിലെ ഗ്രാഫുകളിലെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ആൻഡ് ബി അറ്റ് ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആർ ഗിവൺ. ഫൈൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി ഫ്രം ഈച്ച് ഗ്രാഫ്. അതായത് നമ്മുടെ കയ്യിൽ രണ്ട് ബോഡീസ് ഉണ്ട്, എയും ബിയും. അങ്ങനെ എയുടെയും ബിയുടെയും ഡിഫറെന്റ് സിറ്റുവേഷനിലുള്ള ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെയും ബിയുടെയും റിലേറ്റീവ് വെലോസിറ്റീസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഗ്രാഫ് പരിശോധിക്കാം. ഫസ്റ്റ് ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ എയുടെയും ബിയുടെയും ഗ്രാഫ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എയും ബിയും രണ്ട് പാരലൽ ലൈൻസ് ആണ്, ശരിയല്ലേ? അപ്പോൾ പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. സോ പാരലൽ ലൈൻ ആണെങ്കിൽ സ്ലോപ്പിന്റെ വാല്യൂ സെയിം ആണ്. സോ എയും ബിയും രണ്ട് പാരലൽ ലൈൻസ് ആണ്, അതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് സെയിം ആണ്. അതുകൊണ്ട് വെലോസിറ്റിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് തരും? വെലോസിറ്റി തരും. എസ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് തരും? വെലോസിറ്റിയുടെ വാല്യൂ തരും. അങ്ങനെയെങ്കിൽ ഇവിടെ വെലോസിറ്റി ഓഫ് എയും വെലോസിറ്റി ഓഫ് ബിയും എന്താണ്? സെയിം ആണ്, ശരിയല്ലേ? വി എ ഇസ് ഈക്വൽ ടു വി ബി. അതായത് വെലോസിറ്റി ഓഫ് എയും വെലോസിറ്റി ഓഫ് ബിയും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിന്റെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ എന്താണ്? വി എ മൈനസ് വി ബി, ശരിയല്ലേ? രണ്ടിന്റെയും വാല്യൂ സെയിം ആയതുകൊണ്ട് വി എ മൈനസ് വി ബി എന്തായി മാറും? 0 ആയി മാറും. അതുപോലെ നമുക്ക് തിരിച്ചു കണ്ടുപിടിക്കാം വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ. ഇവിടെയും വി ബിയുടെയും വി എയുടെയും വാല്യൂ സെയിം ആണ്. സോ ഇതിന്റെ വാല്യൂവും 0 ആയി പോകും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രാഫിലെ എയുടെയും ബിയുടെയും റിലേറ്റീവ് വെലോസിറ്റീസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ഗ്രാഫിലേക്ക് പോകാം. സെക്കൻഡ് ഗ്രാഫിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എയുടെ വെലോസിറ്റി കിട്ടും. അതുപോലെ ഈ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ബിയുടെ വെലോസിറ്റിയും കിട്ടും, ശരിയല്ലേ? സോ സ്ലോപ്പ് ഓഫ് എസ് ടി ഗ്രാഫ് എന്താണ്? വെലോസിറ്റി ആണ്. അതുപോലെ സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1, ശരിയല്ലേ? സോ y2 എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ആണ്, x2 എന്ന് പറയുന്നത് x കോർഡിനേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലെയും സെക്കൻഡ് പോയിന്റിലെയും x2 ഉം y2 ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ലോപ്പിന്റെ വാല്യൂ കിട്ടും. നമുക്കാണെങ്കിൽ
ഇവിടുത്തെ സ്ലോപ്പ് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യമേ എ ഗ്രാഫ് പരിശോധിക്കാം. സോ ഇവിടുത്തെ ആണെങ്കിൽ, അതായത് ഈ പോയിന്റ് നമ്മൾ ഒരു പോയിന്റ് പരിഗണിക്കുകയാണ്. ഈ പോയിന്റിലെ എക്സിന്റെയും വൈന്റെയും വാല്യൂ വേണം, ശരിയല്ലേ? ഇത് ഫസ്റ്റ് പോയിന്റ് ആണ്, ഇത് സെക്കൻഡ് പോയിന്റ് ആണ്. സോ ഫസ്റ്റ് പോയിന്റിന്റെയും സെക്കൻഡ് പോയിന്റിന്റെയും x1ന്റെയും y1ന്റെയും വാല്യൂ വേണം. സോ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും ഇതിന്റെ വാല്യൂ 60, ഇവിടെ എന്തുമായിരിക്കും 70. സോ ഇത് 70 ആണ്. അതുപോലെ ഇതെന്ന് പറയണത് 3 ആണ്. സോ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3,70. ശരിയാണല്ലോ? അതുപോലെ ഇവിടുത്തെ കോർഡിനേറ്റ് എന്താണ്? ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് ആണ് 0, 10. സോ നോക്കി, ഇവിടെ x1ന്റെയും y1ന്റെയും അതുപോലെ x2ന്റെയും y2ന്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വാല്യൂസ് എന്ന്. സോ y2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോയിന്റിലെ y കോർഡിനേറ്റ് എന്താണ്? 70. y1 എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിലെ y കോർഡിനേറ്റ് എത്രയാണ്? 10. അതുപോലെ x2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോയിന്റിലെ x കോർഡിനേറ്റ് എത്രയാണ്? 3. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിലെ എക്സിന്റെ വാല്യൂ എത്രയാണ്? 0. സോ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടിയ ആൻസർ ആണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇതുപോലെ നമുക്ക് വെലോസിറ്റി ഓഫ് ബി കണ്ടുപിടിക്കാം. സോ വെലോസിറ്റി ഓഫ് ബി കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഈ പോയിന്റ് കണക്കാക്കണം, ശരിയല്ലേ? ഈ ഗ്രാഫ്, ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഫസ്റ്റ് പോയിന്റ്, ഇതാണ് അവിടുത്തെ സെക്കൻഡ് പോയിന്റ്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് രണ്ടുപേർക്കും ഒരേ പോയിന്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ പോയിന്റിൽ വെച്ചാണ് അവർ മീറ്റ് ചെയ്യുന്നത്. എയും ബിയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ പോയിന്റ്. അപ്പോൾ ആ പോയിന്റ് രണ്ടുപേർക്കും സെയിം ആണ്. ഏത് പൊസിഷനാണ് രണ്ടുപേർക്കും കോമൺ, ആ പോയിന്റ് ആയിരിക്കും അവരുടെ മീറ്റിംഗ് പോയിന്റ്. അതായത് ഈ രണ്ട് ഗ്രാഫും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് മീറ്റിംഗ് പോയിന്റ്. ഇവിടെ മീറ്റിംഗ് പോയിന്റ് ഉണ്ടോ? ഇവിടെ മീറ്റിംഗ് പോയിന്റ് ഇല്ല, കാരണം അത് പാരലൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇൻഫിനിറ്റിയിൽ മാത്രമേ കൂട്ടിമുട്ടത്തുള്ളൂ. സോ മീറ്റിംഗ് പോയിന്റ് ഇല്ല. പക്ഷെ ഈ ഗ്രാഫിൽ എയും ബിയും കണ്ടുമുട്ടുന്ന സ്ഥലം എവിടെയാണ്? 3 സെക്കൻഡിൽ വെച്ച്, അതായത് 70 മീറ്റർ 3 സെക്കൻഡിൽ വെച്ച് ഈ രണ്ട് പോയിന്റും കണ്ടുമുട്ടും. നമുക്കിനി വെലോസിറ്റി ഓഫ് ബി കണ്ടുപിടിക്കാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഇതാണ് സെക്കൻഡ് പോയിന്റ്. സോ ഫസ്റ്റ് പോയിന്റിലെ കോർഡിനേറ്റ് എഴുതാം. ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആണ്, അതുപോലെ വൈയുടെ വാല്യൂ 40 ആണ്. സോ നമ്മളുടെ പോയിന്റ് ആണ് 0, 40. നമുക്ക് വി ബി കണ്ടുപിടിക്കാം. വി ബിന്റെ വാല്യൂ 70, ശരിയല്ലയോ? y2 വാല്യൂ എത്രയാണ്? 70. അതുപോലെ y1 വാല്യൂ എത്രയാണ്? 40, ശരിയല്ലേ? ഡിവൈഡ് ബൈ x2 വാല്യൂ എത്രയാണ്? 3. അതുപോലെ x1 വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 10 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. സോ നമുക്ക് വെലോസിറ്റി ഓഫ് എയും വെലോസിറ്റി ഓഫ് ബിയും കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആണ്. വി എന്റെ വാല്യൂ വി ബിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 10 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ നമുക്ക് തിരിച്ചു കണ്ടുപിടിക്കാം വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. സോ വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു 10 മൈനസ് 20 ഈസ് ഈക്വൽ ടു മൈനസ് 10. അതായത് വെലോസിറ്റി ഓഫ് എ ബിയും വെലോസിറ്റി ഓഫ് ബി എയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും, ശരിയാണല്ലോ? അതായത് വി എ ബി എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് വി ബി എക്ക് ഈക്വൽ ആയിരിക്കും. സോ വി എ ബി എന്ന് പറയുന്നത് മൈനസ് വി ബി എ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഗ്രാഫ് പരിശോധിക്കാം. നമുക്ക് വീണ്ടും സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. സോ നമുക്ക് ഇവിടെ y കോർഡിനേറ്റും x കോർഡിനേറ്റും ഒക്കെ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മളുടെ എയുടെ ഗ്രാഫ്, അതുപോലെ ഇതാണ് ബിയുടെ ഗ്രാഫ്, ശരിയല്ലേ? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആണ്. ബിയുടെ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ എയുടെ വെലോസിറ്റി പോസിറ്റീവ് വെലോസിറ്റി, ബിയുടെ വെലോസിറ്റി നെഗറ്റീവ് വെലോസിറ്റി. അതായത് ഇത് രണ്ടും എതിർദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഈ പോയിന്റിൽ വെച്ച്, അതായത് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇത് രണ്ടും കൂട്ടിമുട്ടും. 1 സെക്കൻഡ്, അതുപോലെ ഇവിടെ 30, ശരിയല്ലേ? 30 മീറ്ററിൽ 1 സെക്കൻഡിൽ വെച്ച് ഇതെന്ത് ചെയ്യും? കൂട്ടിമുട്ടും. സോ മീറ്റിംഗ് പോയിന്റ് ആണ് ഈ പോയിന്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് എ കണ്ടുപിടിക്കാം. സോ വെലോസിറ്റി ഓഫ് എ എടുക്കുമ്പോൾ ഈ ഗ്രാഫാണ് എടുക്കേണ്ടത്. എയുടെ ഗ്രാഫ് ഇതാണ്. ഇതാണ് അതിന്റെ ഇനിഷ്യൽ പോയിന്റ്,
ഇതാണ് അതിൻ്റെ ഫൈനൽ പോയിന്റ്. നമ്മൾ 2 പോയിന്റ്, ഏതെങ്കിലും ഇഷ്ടമുള്ള 2 പോയിന്റ് പരിഗണിച്ചു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റിലെ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിന്റിലെ കോർഡിനേറ്റ് എത്രയാണ്? ഇവിടെ 0 ആണ് എക്സ് കോർഡിനേറ്റ്, അതുപോലെ വൈ കോർഡിനേറ്റ് 10 ആണ്. സോ നമുക്ക് 0 10 എന്ന് എഴുതാം. ശരിയാണല്ലോ. അതുപോലെ നമുക്ക് ഈ പോയിന്റ് ആണ് സെക്കൻഡ് പോയിന്റ്. ഈ പോയിന്റ് നമുക്ക് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുപോലെ വൈ കോർഡിനേറ്റ് 30 ആണ്. സോ നമുക്ക് 1 30 എന്ന് മാർക്ക് ചെയ്യാം. സോ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും മാർക്ക് ചെയ്തു. നമുക്ക് വെലോസിറ്റി ഓഫ് എ കണ്ടുപിടിക്കാം. സോ വെലോസിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു, എയുടെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്, ഇക്വേഷൻ y2. സോ y2 30 മൈനസ് y1 എത്രയാണ്? 10 ഡിവൈഡ് ബൈ x2 എന്താണ്? 1 മൈനസ് x1 എത്രയാണ്? 0. സോ നമ്മൾ അതിനകത്ത് വാല്യൂസ് ഇട്ട് കൊടുത്തു. നമുക്ക് കിട്ടിയ ആൻസർ ആണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇതുപോലെ നമുക്ക് വി ബി കണ്ടുപിടിക്കാം. ഇതാണ് വി ബിയുടെ ഗ്രാഫ്. ഇതാണ് വി ബിയുടെ ഫസ്റ്റ് കോർഡിനേറ്റ്, ഫസ്റ്റ് പോയിന്റ്. ഇതാണ് വി ബിയുടെ സെക്കൻഡ് പോയിന്റ്. സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കോർഡിനേറ്റ് മാർക്ക് ചെയ്യാം. എക്സിന്റെ വാല്യൂ 0 ആണ്, അതുപോലെ വൈന്റെ വാല്യൂ 40 ആണ്. സോ 0 40. അതുപോലെ സെക്കൻഡ് പോയിന്റ് പഴയ പോയിന്റ് തന്നെയാണ്, എയുടെ അതേ പോയിന്റ് ആണ്. ശരിയല്ലേ? സോ ഈ ഗ്രാഫിൽ നിന്നാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് -10 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ മൈനസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു എന്റെ വാല്യൂ 20 ആണ്, മൈനസ് ബിയുടെ വാല്യൂ എത്രയാണ്? -10 ആണ്. സോ മൈനസ് മൈനസ് കൂടി ചേരുമ്പോൾ പ്ലസ് ആകും. 20 + 10 എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ തിരിച്ചു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ, വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? -10 ആണ്, മൈനസ് വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? 20 ആണ്. സോ ഇട്ട് കൊടുത്തു. നമുക്ക് കിട്ടിയ ആൻസർ ആണ് -30 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ മറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. റിലേറ്റീവ് വെലോസിറ്റിയുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ കാർ ആൻഡ് മോട്ടോർ സൈക്കിൾ മൂവിംഗ് ഇൻ സെയിം ഡയറക്ഷൻ വിത്ത് വെലോസിറ്റീസ് 15 meter per second and 20 meter per second respectively. The motorcycle overtakes the car at certain instant. At what time thereafter will they be at 250 meter apart? അതായത് ഒരു കാറിന്റെയും മോട്ടോർ സൈക്കിളിന്റെയും വെലോസിറ്റി എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡും 20 മീറ്റർ പെർ സെക്കൻഡുമാണ്. കുറച്ച് സമയം ശേഷമാണെങ്കിൽ മോട്ടോർ സൈക്കിള് കാറിനെ ഓവർടേക്ക് ചെയ്തു. കാരണം മോട്ടോർ സൈക്കിളിന്റെ സ്പീഡ് കൂടുതലാണ്. ശരിയല്ലേ? അങ്ങനെ മോട്ടോർ സൈക്കിള് കാറിനെ ഓവർടേക്ക് ചെയ്തു. എങ്കിൽ എത്ര സമയം കഴിയും അവർ തമ്മിലുള്ള അകലം 250 മീറ്റർ ആകാൻ എത്ര സമയം കഴിയും? സോ നമുക്ക് ആൻസറിലേക്ക് പോകാം. നമുക്കറിയാം കാറും മോട്ടോർ സൈക്കിളും ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, അതായത് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ മീറ്റിംഗ് പോയിന്റിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0. സോ നമുക്ക് കണക്ക് ഈ ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം. സോ മീറ്റിംഗ് ടൈമിൽ മോട്ടോർ ബൈക്കും അതുപോലെ കാറും തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസ് എത്രയാണ്? 0. അവ തമ്മിൽ ഇപ്പോൾ ഒരു പോയിന്റിലാണ്. ഇനി നമുക്ക് നോക്കാം കാറിന്റെ വെലോസിറ്റി ഒരു ഡയറക്ഷനാണ് പോണത്. കാറിന്റെ വെലോസിറ്റി എത്രയാണെന്നാണ് പറഞ്ഞത്? 15 meter per second. So velocity of car which is equal to 15 meter per second. അതുപോലെ ബൈക്കിന്റെ വെലോസിറ്റി എത്രയാണ്? മോട്ടോർ സൈക്കിളിന്റെ വെലോസിറ്റി 20 meter per second ആണ്. ശരിയല്ലേ? സോ വെലോസിറ്റി ഓഫ് ബൈക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 20 meter per second. ഇനിയാണെങ്കിൽ നമ്മൾ കാറിൽ ഇരിക്കുകയാണ് ചിന്തിക്കുക. അപ്പം നമ്മൾ കാറിൽ ഇരിക്കുകയാണ്, നമ്മൾ മോട്ടോർ ബൈക്കിനെ നോക്കുകയാണ്. സോ നമ്മൾ എങ്ങനെ പറയും? വെലോസിറ്റി ഓഫ് മോട്ടോർ ബൈക്ക് വിത്ത് റെസ്പെക്ട് ടു കാർ. ശരിയല്ലേ? അതായത് കാറിലിരിക്കുന്ന നമ്മൾ പറയും നമ്മൾ മൂവ് ചെയ്യുന്നില്ല, എന്നെ അപേക്ഷിച്ച് മോട്ടോർ സൈക്കിളിന് എന്തുമാത്രം സ്പീഡുണ്ട്. അതായത് റിലേറ്റീവ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്തുള്ള ബോഡി എന്ത് ചെയ്യും? റെസ്റ്റിലാകും. മറ്റേ ബോഡിക്ക് എന്തുമാത്രം മോഷൻ ഉണ്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ശരിയാണല്ലോ? വെലോസിറ്റി ഓഫ് മോട്ടോർ ബൈക്ക് വിത്ത് റെസ്പെക്ട് ടു കാർ ഇസ് ഈക്വൽ ടു velocity of bike minus velocity of car.
സോ വെലോസിറ്റി ഓഫ് ബൈക്ക് എത്രയാണ്? 20 മൈനസ് വെലോസിറ്റി ഓഫ് കാർ എത്രയാണ്? 15. സോ ആൻസർ റിലേറ്റീവ് വെലോസിറ്റി ആണ് 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാറിനെ അപേക്ഷിച്ച് ബൈക്കിന്റെ സ്പീഡ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? കാർ റെസ്റ്റിലാണെങ്കിൽ ബൈക്കിന്റെ സ്പീഡ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവ തമ്മിലുള്ള അകലം എത്രയായിട്ട് മാറണം? ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 250 മീറ്റർ. ശരിയാണല്ലോ. ഡിസ്റ്റൻസ് 250 മീറ്റർ ആകാൻ എത്ര സമയം വേണം? സോ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 250 ആണ്. ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ആൻസർ എത്ര വരും? 50 സെക്കൻഡ്. സോ 50 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? ഇവ തമ്മിലുള്ള അകലം 250 മീറ്റർ ആയിട്ട് മാറും. ഇങ്ങനെയാണ് റിലേറ്റീവ് വെലോസിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ ഇത് വളരെ സിമ്പിൾ ബേസിക് കണക്കാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ഉള്ളതായിരിക്കും. നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 trains A and B of length 400 meter each are moving on 2 parallel tracks with a uniform speed 72 km per hour in same direction. With A ahead of B, the driver of B decide to overtake A and accelerate by 1 meter per second square. After 50 seconds, the guard of B just brushed past the driver of A. What is the original distance between them? അതായത് നമുക്കിവിടെ 2 ട്രെയിൻ ഉണ്ട്. അതിൽ 2 ട്രെയിനും ഒരേ സ്പീഡിൽ യൂണിഫോം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവയുടെ സ്പീഡ് എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ. അതും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. പക്ഷേ എ എന്ന ട്രെയിൻ എന്ന് പറയുന്നത് കുറച്ച് മുന്നെയാണ്. ആരെക്കാളും? ബി എക്കാളും കുറച്ച് മുന്നെയാണ്. സോ നമുക്ക് ട്രെയിൻ വരയ്ക്കാം. സോ ഇതാണ് നമ്മളുടെ എ എന്ന ട്രെയിൻ. എ എന്ന ട്രെയിൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് മുന്നെയാണ്. സോ എ എന്ന ട്രെയിൻ കുറച്ച് നമ്മൾ മുന്നേ വരച്ചു. ഇതാണ് എ എന്ന ട്രെയിൻ. എ എന്ന ട്രെയിനിന്റെ നീളം എത്രയാണ്? 400 മീറ്റർ ആണ്. സോ ഇതാണ് എ എന്ന ട്രെയിൻ. അതുപോലെ ബി എന്ന ട്രെയിൻ കുറച്ച് പിന്നിലാണ്. ശരിയല്ലേ? നമ്മൾ പറയുകയാണ് ഇതാണ് ബി എന്ന ട്രെയിൻ. സോ എ എന്ന ട്രെയിനും ഉണ്ട്, ബി എന്ന ട്രെയിനും ഉണ്ട്. അതിൻ്റെയും എത്രയാണ് നീളം? 400 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ശരിയല്ലേ? ഇതിന് രണ്ടിൻ്റെയും ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? ഇനിഷ്യൽ വെലോസിറ്റി, ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് 72 കിലോമീറ്റർ പെർ അവർ. സോ 72 കിലോമീറ്റർ പെർ അവർ. നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. 72 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 72 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 18. ശരിയാണല്ലോ? നമ്മൾ വെട്ടിക്കളയും. 72 വെട്ടുമ്പോഴത്തേക്ക് 4 വരും. 4 ഇൻറ്റു 5 20 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇതിൻ്റെയും ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? 2 ട്രെയിനും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്തത്. ഇനിയാണെങ്കിൽ ഡ്രൈവർ ഓഫ് ബി എന്ത് ചെയ്തു? ഡിസൈഡ് ചെയ്തു ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ. എ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അതിന് ആക്സലറേഷൻ ഉണ്ടായി. ശരിയല്ലേ? അവൻ്റെ സ്പീഡ് കൂടാൻ തുടങ്ങി. ഇതിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശരിയാണല്ലോ? അങ്ങനെ 50 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആരെ ഓവർടേക്ക് ചെയ്തു? എ ഓവർടേക്ക് ചെയ്തു. ശ്രദ്ധിക്കണം, ഈ 50 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും എ അനങ്ങാൻ നിൽക്കുകയല്ല. എയ്ക്ക് എന്തുകൊണ്ട്? മോഷൻ ഉണ്ട്. ശരിയല്ലയോ? 50 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും എ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ സാധാരണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണക്ക് ചെയ്യാം. ഇവിടെ ഞാൻ സാധാരണ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണക്ക് ചെയ്യുകയാണ്. സോ നമുക്ക് ആദ്യമേ ട്രെയിൻ എ എടുക്കാം. ശരിയല്ലേ? സോ നമ്മൾ എന്തിനെടുക്കാൻ പോവാണ്? ട്രെയിൻ എ എടുക്കാൻ പോവാണ്. ട്രെയിൻ എ എടുത്തിട്ടുണ്ട്. സോ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്?
ഇനിഷ്യൽ വെലോസിറ്റി യുവിൻ്റെ വാല്യൂ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരിയല്ലേ? അതുപോലെയാണെങ്കിൽ സമയം എത്രയാണ്? ടിൻ്റെ വാല്യൂ 50 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 50 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോയി കാണും? എയ്ക്ക് ആക്സലറേഷൻ ഒന്നുമില്ല. അതായത് എയിൻ്റെ മോഷൻ എന്താണ്? യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈം. ശരിയാണല്ലോ? വെലോസിറ്റി എത്രയാണ്? 20 ഇൻറ്റു ടൈം എത്രയാണ്? 50. സോ ആൻസർ 1000 മീറ്റർ. സോ എ ആണെങ്കിൽ 1000 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞു. ഇനി ബിക്ക് എന്ത് ചെയ്യണം? 1000 മീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. ശരിയല്ലേ? അതുപോലെ ഈ ഡിസ്റ്റൻസും കവർ ചെയ്യണം. അതായത് നോക്ക്, ആഫ്റ്റർ 50 സെക്കൻഡ് 50 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ദ ഗാർഡ് ഓഫ് ബി, ബിയുടെ ഗാർഡ്, അതായത് ബിയുടെ ഗാർഡ് അവിടെ നിൽക്കുന്നത് പുറകിലാണ് നിൽക്കുന്നത്. ശരിയല്ലേ? ബിയുടെ ഗാർഡ് എ എന്ന ഡ്രൈവറെ എന്ത് ചെയ്ത് പാസ് ചെയ്ത്? എയുടെ ഡ്രൈവറിനെയാണ് പാസ് ചെയ്തത്. സോ 50 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുന്ന് എത്ര ദൂരം കഴിഞ്ഞു? നേരെയാണെങ്കിൽ 1000 മീറ്റർ ദൂരം കഴിഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? 50 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും 1000 മീറ്റർ ദൂരം കഴിഞ്ഞു. ഇപ്പോൾ എ എന്ന ട്രെയിനിന്റെ ഡ്രൈവറിന്റെ സ്ഥാനം ഈ പോയിന്റിലാണ്. ശരിയല്ലേ? ഇനി ബിയുടെ ഗാർഡ് ഇത്രയും സമയം കൊണ്ട് എന്ത് ചെയ്യണം? ഈ 50 സെക്കൻഡ് കൊണ്ട് എയെ കവർ ചെയ്യണം. ശരിയല്ലയോ? അതായത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം. സോ ഇത്രയും ദൂരം ആർക്ക് ട്രാവൽ ചെയ്യണം? ബിയുടെ ഡ്രൈവറിന് ട്രാവൽ ചെയ്യണം. ശരിയല്ലേ? സോ നമുക്ക് നോക്കാം എത്ര ദൂരമാണ് കവർ ചെയ്ത് നോക്കാം. സോ ട്രെയിൻ ബി എടുക്കാൻ പോവാണ്. ട്രെയിൻ ബി ഇനിഷ്യൽ വെലോസിറ്റി ക്വസ്റ്റിന് പറയുന്നുണ്ട്. സെയിം വെലോസിറ്റി ആണ് 20 മീറ്റർ പെർ സെക്കൻഡ്. ശരിയാണല്ലോ? അതുപോലെ ടൈം എന്ന് പറയുന്നത് രണ്ടു പേർക്കും സെയിം ആണ്, 50 സെക്കൻഡ്. എയിൻ്റെ വാല്യൂ ഉണ്ട് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് വേണം എസ് കണ്ടുപിടിക്കണം. എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. കാരണം ആക്സലറേഷൻ ഉണ്ട്, അതുകൊണ്ട് ഈ ഇക്വേഷൻ യൂണിഫോം ആക്സലറേഷൻ ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എസിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എത്രയാണ്? 20 ഇൻറ്റു സമയം 50 ആണ്, പ്ലസ് ഹാഫ് എയിൻ്റെ വാല്യൂ 1 ആണ്, ഇൻറ്റു ടി സ്ക്വയർ 50യുടെ സ്ക്വയർ. സോ ഇതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ 1000 ആണ്. ശരിയല്ലേ? പ്ലസ് ഹാഫ് ഇൻറ്റു 50ൻ്റെ സ്ക്വയർ. ശരിയാണല്ലോ? അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടും 2250. ഓക്കെ ആണല്ലോ? അപ്പം ഈ ഗാർഡ് ആരെ പാസ് ചെയ്യണം? എ പാസ് ചെയ്യണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? 2250 മീറ്റർ സഞ്ചരിക്കണം. സോ നമുക്ക് ഈ ഗാർഡിന് എ എന്ന ഡ്രൈവർ ഇവിടെ നിൽക്കുകയാണ്. അയാളെ പാസ് ചെയ്യണമെങ്കിൽ ഇത്രയും ദൂരം കവർ ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? എയും ബിയും തമ്മിലുള്ള അകലം എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ശരിയാണല്ലോ? സോ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇത് ഫുള്ളും എത്രയാണ്? 2250. അതിൽ നിന്നും ആരെ കുറയ്ക്കണം? 1000 കുറയ്ക്കണം. സോ നമുക്ക് 2250 നിന്നും 1000 കുറയുമ്പോൾ ഇത്രയും കിട്ടും. അതിൽ നിന്ന് ഈ 400 കുറയ്ക്കണം, അപ്പോൾ ഇത്രയും കിട്ടും. അതിൽ നിന്ന് ഈ 400 കുറയ്ക്കണം, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ട്രെയിൻ, ഈ രണ്ട് ട്രെയിൻ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആകെ ദൂരം എത്രയാണ്? ബി എന്ന പോയിന്റിലെ ഡ്രൈവർ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 2250 ആണ്. ശരിയല്ലേ? അതിൽ നിന്നും ആദ്യം നമ്മൾ ആര് കുറച്ചു? എ ട്രെയിൻ സഞ്ചരിച്ച ദൂരം കുറച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം കുറച്ചു. അപ്പോൾ നമുക്ക് 1000 കുറച്ചു. ഇനി ആരെ കുറയ്ക്കണം? ഈ ദൂരം കുറയ്ക്കണം. എത്രയാണ്? ട്രെയിനിൻ്റെ നീളം 400 കുറച്ചു. ഇനി ആര് കുറയ്ക്കണം? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലയോ? ഈ നീളവും കുറയ്ക്കണം. അപ്പോൾ 2250 നിന്നും ഈ നീളവും കൂടി കുറയ്ക്കണം. സോ നമ്മൾ ആ നീളം കൂടി കുറച്ചു. നമുക്ക് കിട്ടുന്ന ആൻസറാണ് 450 മീറ്റർ. സോ ഇവ തമ്മിൽ എത്ര അകലം ഉണ്ടായിരുന്നു? 450 മീറ്റർ അകലമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. 2 parallel rail tracks run north-south. Train A moves north with a speed of 54 km per hour and train B moves
south with a speed of 90 km per hour. What is the A part ആണ് velocity of B with respect to A. B part ആണ് velocity of ground with respect to B. C part ആണ് velocity of a monkey running on the roof of the train A against the motion. The velocity with a velocity of 18 km per hour with respect to the train A as observed by a man standing on the ground. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. രണ്ട് പാരലൽ റെയിൽ ട്രാക്ക് ഉണ്ട്, ശരിയല്ലേ? അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോകുന്ന രണ്ട് റെയിൽ ട്രാക്ക് ഉണ്ട്. സോ നമുക്ക് ആദ്യമേ റെയിൽ ട്രാക്ക് വരയ്ക്കാം. അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോവുകയാണ്. സോ നമുക്ക് രണ്ട് പാരലൽ റെയിൽ ട്രാക്സ് ഉണ്ട്, അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോവുകയാണ്. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ട്രെയിൻ എ മൂവ്സ് നോർത്ത്. അപ്പോൾ ട്രെയിൻ എ ആണെങ്കിൽ എങ്ങോട്ടാണ് പോണത്? നോർത്തിലോട്ടാണ് പോണത്. വിത്ത് എ സ്പീഡ് ഓഫ് 54 km per hour. അപ്പോൾ ട്രെയിൻ എ പോകുന്നത് നോർത്തിലേക്കാണ്, അതിന്റെ സ്പീഡാണ് 54 km. സോ ഇതാണ് ട്രെയിൻ എ, അത് നോർത്തിലോട്ട് പോകുന്നു. അതിന്റെ സ്പീഡ് എത്രയാണ്? 54 km per hour. ഇനിയാണെങ്കിൽ ട്രെയിൻ ബി ആണ് സഞ്ചരിക്കുന്നത്. ട്രെയിൻ ബി മൂവ്സ് സൗത്ത് വിത്ത് എ സ്പീഡ് ഓഫ് 90 km per hour. സോ ട്രെയിൻ ബി സൗത്തിലോട്ടാണ് പോകുന്നത്, ശരിയല്ലേ? അതിന്റെ സ്പീഡാണ് 90 km per hour. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ എ പാർട്ട് ആണ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ബി എ ആണ്, ശരിയാണല്ലോ? സോ വെലോസിറ്റി ഓഫ് ബി എ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ, ശരിയല്ലേ? വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്, ശരിയല്ലേ? പക്ഷേ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ സൈൻ കൺവെൻഷൻ നോക്കുമ്പോൾ താഴോട്ട് പോകുന്നത് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. സോ ഇത് നെഗറ്റീവ് ആണെങ്കിൽ -90 മൈനസ് ഈ മൈനസ് ഇട്ടു. ഇനി അടുത്തത് എന്താണ്? വെലോസിറ്റി ഓഫ് ട്രെയിൻ എ. വെലോസിറ്റി ഓഫ് ട്രെയിൻ എ എത്രയാണ്? 54. സോ ട്രെയിൻ എയുടെ വെലോസിറ്റി 54 ആണ്. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ -144 km per hour. മൈനസ് വരാൻ കാരണം നമ്മൾ ഈ വെലോസിറ്റി എടുത്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ട്രെയിൻ എ ആണ്, ശരിയല്ലേ? അപ്പോൾ ട്രെയിൻ എ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിന് എതിർവശത്താണ് ഈ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. അതായത് വെലോസിറ്റി ഓഫ് ബി എ ഈസ് ഈക്വൽ ടു 144 km per hour ഇൻ എന്ത് ഡയറക്ഷനാണ്? ട്രെയിൻ എ നോർത്ത് ആയതുകൊണ്ട് ഇത് മൈനസ് ആയതുകൊണ്ട് നമ്മൾ പറയും ഇൻ സൗത്ത് ഡയറക്ഷൻ. സോ നമ്മൾ ആ പാർട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം, ഞാൻ ഇവിടം വരെ ചെയ്തതേ ഉള്ളൂ, യാതൊരു നിർബന്ധവുമില്ല ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി, അതായത് ബി പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രൗണ്ടിന്റെ വെലോസിറ്റി നമുക്കറിയാം. എപ്പോഴും എത്രയാണ് ഗ്രൗണ്ട് വെലോസിറ്റി? 0 ആണ്, ശരിയല്ലേ? സോ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി, ശരിയാണല്ലോ? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എപ്പോഴും എത്രയായിരിക്കും? 0 മൈനസ് വെലോസിറ്റി ഓഫ് ബി. വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? -90, ശരിയാണല്ലോ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 90 km per hour. സോ നമുക്ക് ബി പാർട്ടും കിട്ടി. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? സി പാർട്ട് നോക്കാം. വെലോസിറ്റി ഓഫ് എ മങ്കി ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ എ അഗൻസ്റ്റ് ഹിസ് മോഷൻ. അതായത് ഇവിടെ ഒരു മങ്കി ഉണ്ട്, ആ മങ്കി എങ്ങോട്ട് മൂവ് ചെയ്യാണ്? എഗൻസ്റ്റ് ദ മോഷൻ, അതായത് അത് സൗത്തിലോട്ട് മൂവ് ചെയ്യാണ്, ശരിയല്ലേ? അപ്പോൾ ട്രെയിൻ എയിൽ എന്തിരിപ്പുണ്ട്? ഒരു മങ്കി ഉണ്ട്, അത് ട്രെയിൻ എക്ക് നേരെ എതിരെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയും വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് അവരെത്ര പറഞ്ഞേക്കുന്നേ? -18 km
per hour. ശ്രദ്ധിക്കണം, വെലോസിറ്റി ഓഫ് മങ്കി റണ്ണിങ് ഓൺ ദ റൂഫ് ഓഫ് ദ ട്രെയിൻ എഗൻസ്റ്റ് its motion with a velocity of 18 km per hour with respect to train A. അതായത് വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ എ എന്ന് പറയുന്നത് 18 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? ഒബ്സർവ്ഡ് ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. അതായത് മങ്കിയുടെ വെലോസിറ്റി ഗ്രൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ തന്നിരിക്കുന്ന സാധനം നമുക്ക് എടുത്തെഴുതാം. തന്നിരിക്കുന്നത് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് മങ്കി മൈനസ് വെലോസിറ്റി ഓഫ് എ. വെലോസിറ്റി ഓഫ് മങ്കി ഉണ്ടോ? നമുക്ക് ഇല്ല. നമുക്ക് വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് എ ഉള്ളൂ. ശരിയല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. സോ നമുക്കിത് ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ശരിയല്ലയോ? അതിനകത്ത് ഗ്രൗണ്ട് എന്ന സാധനം എക്സ്ട്രാ ആയിട്ട് കയറ്റാം. which is equal to velocity of monkey minus velocity of ground plus velocity of ground. അതായത് velocity of ground നമ്മൾ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. മൈനസ് velocity of A which is equal to velocity of monkey with respect to ground പ്ലസ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു എ. ശരിയാണല്ലോ? ഇതിനെങ്ങനെ പറയാം? നമുക്ക് ഇതിനെ പറയാം വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. ഇതിനെ പറയാം വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു എ ആണ്. ശരിയാണല്ലോ? വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് എത്രയാണ്? 0 ആണ്. മൈനസ് വെലോസിറ്റി ഓഫ് എ. വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് 0 ആണ്. മൈനസ് വെലോസിറ്റി ഓഫ് എ എത്രയാണ്? 54. സോ ആൻസർ മൈനസ് 54. സോ ഇതിൻ്റെ ആൻസർ മൈനസ് 54 ആണ്. പ്ലസ് നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ടു എ ഒരു തന്നിട്ടുണ്ട്. എത്രയാണ്? മൈനസ് 18. സോ വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കിതിന് ഇവിടെ കൊണ്ടുവരാം. വെലോസിറ്റി ഓഫ് മങ്കി വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു 54 minus 18 which is equal to 36 km per hour. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ജെറ്റ് പ്ലെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 500 km per hour ejects its product of combustion at the speed of 1500 km per hour relative to the jet plane. What is the speed of the latter with respect to an observer on the ground? സോ നമുക്കിവിടെ ഒരു ജെറ്റ് പ്ലെയിൻ ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ജെറ്റ് പ്ലെയിൻ. അതിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 500 km per hour ആണ്. സോ 500 km per hour ആണ് അതിൻ്റെ സ്പീഡ്. അതാണെങ്കിൽ ബാക്കിലേക്ക് അതിൻ്റെ കമ്പഷൻ ഗ്യാസ് ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്യാസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര പറഞ്ഞേക്കുന്നത്? 1500 km per hour. ഇത് യഥാർത്ഥ സ്പീഡാണോ? അല്ല, റിലേറ്റീവ് സ്പീഡാണ്. ശരിയല്ലോ? ജെറ്റ് പ്ലെയിനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പീഡാണ്. സോ നമ്മൾ പറയും വെലോസിറ്റി ഓഫ് സ്മോക്ക് വിത്ത് റെസ്പെക്ട് ടു ജെറ്റ് പ്ലെയിൻ ആണ് ഈ 1500 എന്ന് പറയുന്നത്. അത് ബാക്കിലോട്ടാണ്, അതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ ഇടും. ഇത് ഫ്രണ്ടിലോട്ടാണ്, ഇത് നമ്മൾ പ്ലസ് സൈൻ ഇടും. സോ ഇതെന്താണ്? വെലോസിറ്റി ഓഫ് ജെറ്റ് പ്ലെയിൻ ആണ്. വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. കാര്യം ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ റിലേറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്, ആക്ച്വൽ വെലോസിറ്റി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ ലേറ്റർ? ലേറ്റർ എന്ന് പറഞ്ഞാൽ സ്മോക്ക്. ഈ സ്മോക്ക് വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ ലേറ്റർ വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദി ഗ്രൗണ്ട്. അതായത് തറയിൽ നിന്നും ഒരാൾ ഈ പുക കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? അതായത് പുകയുടെ ആക്ച്വൽ സ്പീഡ് എത്രയെന്നാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് സ്മോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് എന്താണ്?
നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്താണ്? വെലോസിറ്റി ഓഫ് സ്മോക്ക് വിത്ത് റെസ്പെക്ട് ടു ജെറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സ്മോക്ക് മൈനസ് വെലോസിറ്റി ഓഫ് ജെറ്റ്. ശരിയല്ലേ? അതിൻ്റെ വാല്യൂ എത്രയാണ്? -1500. ഈ മൈനസ് വരാൻ കാരണം ഇത് ബാക്കിലോട്ടാണ് പോകുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് സൈൻ ഇട്ടത്. കാര്യം പ്ലെയിൻ മുന്നോട്ട് പോകുമ്പോൾ പ്ലെയിൻ ഇജക്റ്റ് ചെയ്യുന്ന പുക എങ്ങോട്ടാണ് പോകുന്നത്? ബാക്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് സൈൻ ഇട്ടത്. ഇവിടെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സ്മോക്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമുക്ക് അറിയത്തില്ല. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 500. സോ വെലോസിറ്റി ഓഫ് സ്മോക്ക് മൈനസ് 500 ഇസ് ഈക്വൽ ടു -1500. ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവരാം. സോ വെലോസിറ്റി ഓഫ് സ്മോക്ക് ഇസ് ഈക്വൽ ടു -1500 പ്ലസ് 500. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു -1000 km/h. ഇവിടെ മൈനസ് വരാൻ കാരണം എന്താണ്? സ്മോക്കിൻ്റെ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? ബാക്കിലോട്ടാണ്. അതുകൊണ്ടാണ് ഈ മൈനസ് സൈൻ വന്നത്. സോ ഇങ്ങനെയാണ് ഈ കണക്ക് കണ്ടുപിടിക്കുന്നത്. ഇതോടുകൂടി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയുടെ മിക്ക ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഈ ചാപ്റ്ററിലുള്ള, അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.